വീണ്ടും ഒരു പത്രസമ്മേളനം വിളിക്കേണ്ട ആവശ്യകത ഉണ്ടായിരിക്കണം. നമ്മൾ ഇന്ന് സെക്രട്ടേറിയറ്റ് വളഞ്ഞ് മനുഷ്യച്ചങ്ങല തീർത്തിരുന്നു. 29 ദിവസം സമരം പിന്നിടുമ്പോഴും ഞാനിവിടെ 5-ാമത്തെ ദിവസമാണ് നിരാഹാരം അനുഷ്ഠിക്കുന്നത്. ഈ വേളയിലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് യാതൊരു നയപരമായ തീരുമാനമോ നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരു നടപടിയോ ഉണ്ടാവാത്ത സാഹചര്യത്തിലാണ് സെക്രട്ടേറിയറ്റ് വളയേണ്ട സാഹചര്യം തന്നെ ഉണ്ടായത്. ഇത്രയും ഉദ്യോഗാർത്ഥികളുടെ 11,000-ത്തിലേറെ വരുന്ന ഉദ്യോഗാർത്ഥികളുടെ പ്രശ്നമാണ് നമ്മളിവിടെ ഉന്നയിക്കുന്നത്. അത് ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയാണ് ഈ നിരാഹാരം അനുഷ്ഠിക്കുന്നതും അതുപോലെ സെക്രട്ടേറിയറ്റ് വളഞ്ഞതും. അതിനെ തുടർന്ന് മുഖ്യമന്ത്രിയുടെ ഒരു പത്രസമ്മേളനം കാണുകയുണ്ടായി. അതിൽ അദ്ദേഹം നടത്തിയ പ്രസ്താവന വാസ്തവ വിരുദ്ധമാണെന്ന് കാണിക്കാനും ജനങ്ങളോട് അത് തുറന്നു കാണിക്കാൻ വേണ്ടിയാണ് ഇന്നത്തെ പത്രസമ്മേളനം. കാരണം അദ്ദേഹം അതിന് പറയുന്നത് ഈ അധ്യാപക വിദ്യാർത്ഥി റേഷ്യോ കുറച്ച് കഴിഞ്ഞാൽ ഒരുപാട് അധ്യാപകരെ സംരക്ഷിക്കേണ്ടി വരും, അത് ഒരുപാട് ഫിനാൻഷ്യൽ ഒബ്ലിഗേഷൻസ് ഉണ്ടാവുന്ന കാര്യമാണെന്നൊക്കെ അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ഗവൺമെൻറ് സ്കൂളുകളിലെ അധ്യാപകരെ പ്രൊട്ടക്റ്റ് ചെയ്യണം. ശരിയാണ്, നമ്മളും അത് തന്നെയാണ് പറയണം, അവരെ പ്രൊട്ടക്റ്റ് ചെയ്യണം. പക്ഷേ പിരിച്ചുവിടുന്ന സാഹചര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. ആലപ്പുഴ ജില്ലയിൽ 32 അധ്യാപകരെ പിരിച്ചുവിട്ടു. മറിച്ച് എയ്ഡഡ് മേഖലയിൽ അത് ചെയ്തില്ല. പകരം അവർ ചെയ്തത് എയ്ഡഡിലുള്ള അധ്യാപകരെ ഗവൺമെൻറ് സ്കൂളുകളിലെ ഫ്രഷ് വേക്കൻസിയിലോട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരത്ത് തന്നെ 55 വേക്കൻസിയിൽ ഇങ്ങനെ ഫില്ല് ചെയ്തിട്ടുണ്ട് എയ്ഡഡ് അധ്യാപകരെ. അപ്പോൾ പഠിച്ച് ജോലിയിൽ കയറിയാൽ എപ്പോൾ വേണമെങ്കിലും പിരിച്ചുവിടാം. എന്നാൽ പൈസ കൊടുത്ത് കയറിക്കഴിഞ്ഞാൽ പിരിച്ചുവിടാൻ പറ്റില്ല. അവരെ ഗവൺമെൻറ് സ്കൂളുകളിലെ ഒഴിവുകളിലേക്ക് വിന്യസിക്കാം. PSC പഠിച്ചെഴുതി പരീക്ഷ പാസ്സായി വരണ്ട, ഒരു ഗവൺമെൻറ് ജോലി കിട്ടാൻ എന്നുള്ളതാണ് അത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അദ്ദേഹം പറഞ്ഞ വേറൊരു പ്രസ്താവന ഇതാണ്. അതായത് ഗവൺമെൻറ് സ്കൂളുകൾക്ക് കൊടുക്കുകയാണെങ്കിൽ എയ്ഡഡ് സ്കൂളുകൾക്കും ഇതുപോലെ റേഷ്യോ കുറച്ച് കൊടുക്കണമെന്നുള്ളത്. അപ്പോൾ ഗവൺമെൻറ്റിന് കൊടുക്കുന്നതെല്ലാം എയ്ഡഡിന് കൊടുക്കേണ്ടി വരും എന്ന് അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിലൊരു കാര്യം പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. 2022 മുതൽ എയ്ഡഡ് അധ്യാപകർ HSAയിൽ എയ്ഡഡ് അധ്യാപകർക്ക് ഇതുപോലെ ഡിവിഷൻ ഫോളോ വന്ന സമയത്ത് 1:45 എന്നുള്ള അനുപാതം കുറച്ചുകൊണ്ട് 1:40 ആക്കി മാറ്റിയിരുന്നു. റേഷ്യോ കുറച്ച് അധ്യാപകരെ അതേ സീറ്റിൽ തന്നെ അവർ നിലനിർത്തിയിരുന്നു. അതേ സംവിധാനമാണ് നമ്മളിപ്പോൾ LPക്ക് ചോദിക്കുന്നത്, ഗവൺമെൻറ് സ്കൂളിലേക്ക് ചോദിക്കുന്നത്. അന്ന് അവിടെ 2022 HSAക്ക് ഇങ്ങനൊരു സംവിധാനം ഒരുക്കി കൊടുക്കാമെങ്കിൽ എന്തുകൊണ്ട് ഞങ്ങൾക്ക് തന്നുകൂടാ, എന്തുകൊണ്ട് ഗവൺമെൻറ്റിന് മാത്രമായിട്ട് തന്നുകൂടാ എന്നുള്ളൊരു ചോദ്യമാണ് നമ്മൾ ചോദിക്കണേ. ചോദിച്ച ചോദ്യത്തിനല്ല അദ്ദേഹം മറുപടി പറയണേ എന്നുള്ളതാണ് ഒരു കാര്യം. ഇനി എയ്ഡഡുമായി ബന്ധപ്പെട്ട വിഷയം നിങ്ങൾ ചോദിച്ചോ എന്ന് എനിക്കറിയില്ല. എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട കാര്യം ഇതാണ്. എയ്ഡഡ് മേഖലയുമായി എന്തെങ്കിലും ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതായിട്ട് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു മറുപടിയും കിട്ടില്ല എന്നുള്ള കാര്യം കൂടെ വ്യക്തമായിട്ട് പറയാൻ ആഗ്രഹിക്കണം. പിന്നെ അദ്ദേഹം പറഞ്ഞ വേറൊരു വിഷയം, ഞങ്ങൾ എഡ്യൂക്കേഷൻ മിനിസ്റ്ററുമായിട്ട് 3-4 തവണ ചർച്ച നടത്തി. ഒരു പാസ് എടുത്ത് അദ്ദേഹത്തെ ചെന്ന് കാണുന്നതാണോ ചർച്ച? എന്തായി സാർ, ഞങ്ങൾക്ക് ഇങ്ങനെ റേഷ്യോ കുറച്ച് തരണം, അല്ലെങ്കിൽ ഞങ്ങളുടെ ലിസ്റ്റ് ഇങ്ങനെ നീട്ടണം, ഞങ്ങളുടെ നോട്ടിഫിക്കേഷൻ വരരുത്, ഇങ്ങനെയുള്ള ഓരോ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പാസ് എടുത്ത് കണ്ടതാണോ സാർ ഒരു ചർച്ച? നാളെ ഇതുവരെ 29 ദിവസം ഈ മഴയത്തും നിരാഹാരം അനുഷ്ഠിക്കുകയാണ്. അല്ലാതെ വെറും സമരമല്ല. ഞങ്ങൾ തെരുവിലിറങ്ങിയിരുന്ന് മുദ്രാവാക്യം കൂവി വിളിച്ചങ്ങ് പോവല്ല. രാത്രിയും പകലും ഈ മഴയത്ത് കിടക്കുകയാണ്, നിരാഹാരം കിടക്കുകയാണ്. നിങ്ങളുടെ വീട്ടിലുണ്ട് ഇതുപോലെ നിങ്ങളുടെ മക്കളും കൊച്ചുമക്കളും ഒക്കെ. അപ്പോൾ ഇതിനോടൊക്കെ വലിയൊരു അവഗണന, അതായത് ഗാന്ധിജിയുടെ മാർഗം സ്വീകരിച്ചിട്ടാണ് നമ്മളിവിടെ നിരാഹാരം കിടക്കുന്നത്. ഒരു പ്രക്ഷോഭം ഇന്ന് വരെ നടത്തിയിട്ടില്ല. ജനാധിപത്യപരമായിട്ടുള്ള സമരം നടത്തുന്ന ആളുകളെ പുച്ഛിക്കുന്ന തരത്തിലുള്ള ഒരു സമീപനമാണ്. അവർക്ക് സമരം നടത്താൻ അവകാശമുണ്ട്, സമരം നടത്തിക്കോട്ടെ. ഞങ്ങൾ പറഞ്ഞാണ് 2 മാസം സമയം വേണം എന്നുള്ളത്. അപ്പോൾ ചോദിക്കട്ടെ, നിങ്ങൾ ഈ മദ്യനയത്തിലൊക്കെ 2 ദിവസം കൊണ്ടൊരു ഫയലിൻ്റെ നീക്കം നടത്തിയപ്പോൾ ഈ വിഷയത്തിൽ എന്തുകൊണ്ടാണ് സാർ 2 മാസം നിങ്ങൾ ആവശ്യപ്പെടുന്നത്?
ഈ ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാൻ മുഖ്യമന്ത്രി തയ്യാറാവാനുള്ള ഒരു ആർജവമെങ്കിലും കാണിക്കണം. ആ ബഹുമാനിക്കും. ഞാൻ പൂർണ്ണമായിട്ടും അദ്ദേഹത്തിൻ്റെ സീറ്റിനെ ബഹുമാനിക്കുന്നു, അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു. ബഹുമാനപൂർവ്വം പറയട്ടെ, ആ സീറ്റിലിരുന്നു കൊണ്ട് ഇത്തരത്തിലുള്ള കള്ളങ്ങൾ പരാമർശിക്കുന്നതിൽ, കള്ളങ്ങൾ വിളമ്പുന്നതിൽ അർത്ഥമില്ല. ഇതെല്ലാം പൊതുജനങ്ങൾ കാണുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കണം. ഞങ്ങൾക്ക് നീതിപൂർവമായിട്ടുള്ള ഒരു നടപടി എത്രയും വേഗം കൈക്കൊള്ളണം. അല്ലെങ്കിൽ മിനിസ്റ്റർ പറഞ്ഞ പോലെ, CM പറഞ്ഞ പോലെ 2 മാസം നിങ്ങൾ പഠിക്കാനെടുത്തോളൂ. ആ 2 മാസം ഇവിടെ തന്നെ നിരാഹാരമായിട്ട് തന്നെ തുടരും. എൻ്റെ ജീവനിൽ എന്തെങ്കിലും ഒരു ഭീഷണി നേരിട്ടാൽ അതിന് പൂർണ്ണ ഉത്തരവാദി മുഖ്യമന്ത്രി തന്നെ ആയിരിക്കും. അതിൽ ഇതുവരെ ചർച്ചയ്ക്ക് വിളിച്ചിട്ടില്ല. CM-നെ നമ്മളൊരു അപ്പോയിൻമെൻ്റ് എടുത്ത് കണ്ടിരുന്നു കഴിഞ്ഞ ബുധനാഴ്ച. 3 മിനിറ്റ്, ഞാനത് വാർത്താസമ്മേളനം വിളിച്ച് പറഞ്ഞതാണ്. 3 മിനിറ്റ് കണ്ടിരുന്നു. അദ്ദേഹത്തിനോട് അദ്ദേഹം ഇങ്ങോട്ട് ആ 3 മിനിറ്റ് സംവദിച്ചു എന്നല്ലാതെ നമുക്ക് അങ്ങോട്ട് പറയാനുള്ള ഒരു അവസരം കിട്ടിയില്ല. അദ്ദേഹം പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഇതാണ്: എന്നെ നിങ്ങൾ സമ്മർദ്ദത്തിലാക്കരുത്, അതുപോലെ ഇത്തരം സമീപനങ്ങൾ ശരിയല്ല. വാസ്തവ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയരുത്, പരാമർശിക്കരുത്. സമയത്തെ ഈ PSC റാങ്ക് ഹോൾഡേഴ്സിൻ്റെ, അതോടൊപ്പം തന്നെ മറ്റ് പോലീസ് അതുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് സമരങ്ങൾ നടന്നിരുന്നു. ആ സമയത്തൊക്കെ ആ സമരപന്തലിലെത്തിക്കുക, അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്നു ഇന്നത്തെ മുഖ്യമന്ത്രി. ആ സമരപന്തലിലേക്ക് എത്തി അവർക്ക് അനുകൂലമായ നടപടികളൊക്കെ ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞ ആ ഒരു പാർട്ടിയാണ് ഇപ്പോൾ അധികാരത്തിൽ വന്നിരിക്കുന്നത്. അപ്പോൾ പൂർണ്ണമായും ഇവർ അധികാരത്തിൽ വന്നപ്പോൾ പറഞ്ഞ വാക്കൊക്കെ വാഗ്ദാനങ്ങളെല്ലാം ലംഘിക്കുകയും നിങ്ങളെ മറന്നു എന്നാണ് ഇപ്പോൾ പറയുന്നത്. 29 ദിവസം ഞങ്ങളിവിടെ കിടക്കേണ്ടി വന്നതിന് തെളിവ് അതല്ലേ? 29 ദിവസം ഞങ്ങളിവിടെ കിടത്തണമെങ്കിൽ 5 ദിവസം നിരാഹാരം കടന്ന ഒരാളെ അവഗണിച്ചിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്? അത് ഈ സമൂഹം കാണുന്നില്ലേ? ഘോരഘോരം ഈ മുട്ടിലിഴഞ്ഞതിനെക്കുറിച്ചും ശയനപ്രദക്ഷിണം വെച്ചതിനെക്കുറിച്ചും തലമുണ്ടനം ചെയ്തതിനെക്കുറിച്ചൊക്കെ ഘോരഘോരം പറഞ്ഞ അന്നത്തെ പ്രതിപക്ഷ നേതാവാണ് ഇന്നത്തെ മുഖ്യമന്ത്രി. അതുമാത്രമല്ല, കാലം ഒരുക്കി വെച്ച ഒരു നീതിയാണ്. അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരിക്കെ PSC ഉദ്യോഗാർത്ഥികളുടെ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ അദ്ദേഹത്തിനോട് പരാമർശിച്ച ഒരു വിഷയമാണ്, സാർ ഇതുപോലെ റാങ്ക് ലിസ്റ്റുകൾ കൃത്യമായി ഇറങ്ങുന്നു, നിയമനം നടക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു വിഷയമാണ്. കൃത്യമായി 1-2 വർഷം കഴിഞ്ഞിട്ടും 1-ാം റാങ്കിന് പോലും ജോലിയില്ല എന്നുള്ള കാര്യം ഇങ്ങനെ ഉയർന്നു വരുന്നുണ്ട്. അപ്പം അതിൽ നിയമപരമായി ഒരു സംവിധാനം ഉണ്ടാക്കുമെന്നൊക്കെ പറഞ്ഞ മുഖ്യമന്ത്രി ഇന്ന് അധികാരത്തിൽ കയറിയപ്പോൾ അതൊക്കെ മറന്നുപോയോ എന്നുള്ള കാര്യം കൂടെ നമുക്ക് ചോദിക്കേണ്ടതായി.